ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് സൗണ്ടിനൊക്കെ ചെറിയ വ്യത്യാസം മാറിയിട്ടുണ്ട് കേട്ടോ ഗൈസ്, പനിയൊക്കെ. അപ്പം എന്താണ്ട് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ തന്നെ ഇന്നും വിചാരിച്ചു ചെയ്യാൻ കേട്ടോ. കാരണം വേറെ വീഡിയോസൊക്കെ എടുക്കണം എന്ന് വിചാരിക്കും ഗൈസ്. ഞാൻ സത്യം പറഞ്ഞാൽ അതിനുള്ള ടൈം കാണത്തില്ല. പോസ്റ്റിങ്ങിന് പോകുമ്പോൾ ഫോൺ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഫോൺ എടുത്താലും നമുക്ക് അവിടുന്ന് പ്രശ്നങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ക്ലാസ് ടൈമിൽ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ, നമുക്ക് ക്ലാസ് തന്നെയല്ലേ എപ്പോഴും. അതുകൊണ്ട് പിന്നെ വേറെ ഒന്നുമില്ല കേട്ടോ. പിന്നെ കണ്ട ഞാൻ കൈ കിട്ടുന്നതൊക്കെ വാരിടുന്നുണ്ട്. ഇന്ന് നല്ല വെയിലായിരുന്നു കേട്ടോ. എന്താണെന്ന് അറിഞ്ഞൂടാ, വെളുപ്പാങ്കാലം തൊട്ടേ നല്ല വെയിൽ. അതല്ലേലും നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതല്ലേ, ഒന്നെങ്കിൽ ഒടുക്കത്തെ മഴ അല്ലെങ്കിൽ ഒടുക്കത്തെ വെയിൽ. ഇത് വൈകിട്ട് ഞങ്ങൾ ഇറങ്ങുന്ന സമയമാകുമ്പോഴും ഇത് തന്നെ ഗൈസ് അവസ്ഥ. ഒന്നെങ്കിൽ ഒടുക്കത്തെ മഴ, അതിൻ്റെ ഇടയ്ക്കൊന്നും മഴ കാണൂല കേട്ടോ. അത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒടുക്കത്തെ വെയിൽ. ഇങ്ങനെ ആർക്കെങ്കിലും റിലേറ്റബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ പറയണേ ഗൈസ്. അപ്പം വൈകിട്ട് ഒടുക്കത്തെ വെയിലായതുകൊണ്ട് എനിക്ക് ഈ കുട എടുക്കുന്നത് പൊതുവേ ഇഷ്ടപ്പെടാത്ത ഒരു ക്യാരക്ടറുള്ള ആളാണ് കേട്ടോ ഞാൻ. എനിക്കെപ്പോഴും എന്താ പറയുക, കുട ഇങ്ങനെ ബാഗിൽ തന്നെ ഇരിക്കണം. എനിക്കിങ്ങനെ എന്താ പറയുക, അല്ലാതെ കൊണ്ട് നടക്കുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഈ വെയിലായാലും അൺസഹിക്കബിൾ ആകുന്നേ തന്നെ ഇപ്പോഴൊക്കെയാണ് കേട്ടോ ഞാൻ കുട എടുക്കുന്നത്. നേരത്തെ ഒന്നും ഞാൻ കുട എടുക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ മുഖം എല്ലാം അങ്ങ് ടാൻ അടിച്ചു കേട്ടോ. ഞാനപ്പം ഓരോ സംഭവങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞു തരാം. സംഭവം കൊള്ളാം കേട്ടോ. ഞാനിപ്പോൾ എന്നും കോളേജിൽ ഡേ സ്കോളർ ആയതുകൊണ്ട് നമുക്ക് നല്ല ടാൻ കിട്ടും കേട്ടോ. നമുക്കല്ലാതെ പോവുകയാണെങ്കിൽ ഇത്ര ടാൻ കിട്ടത്തില്ല കേട്ടോ. നമ്മുടെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അതാകുമ്പോൾ കറക്റ്റ് ഹോസ്റ്റലിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് വന്നാൽ മതിയല്ലോ. ഇതിപ്പോൾ അങ്ങനല്ലല്ലോ. സത്യം പറഞ്ഞാൽ ഹോസ്റ്റലിൽ നിൽക്കുന്നതാണ് എനിക്ക് നല്ലതെന്ന് തോന്നുന്നു. പക്ഷേ വെറുതെ കേട്ടോ, നമ്മുടെ വീട്ടിലൊക്കെ നിൽക്കുന്ന ഒരു സുഖം കിട്ടില്ല. അത് ഞാൻ ഇപ്പോൾ വന്നു കേട്ടോ മനസ്സിലാക്കിയത്. നേരത്തെ എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കണമെന്നായിരുന്നു. ഇപ്പോഴാണ് ഇതിൻ്റെ അർത്ഥം